രോഗത്താൽ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ ഏറ്റവും അടിയന്തരമായി തന്നെ അവർക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എത്തിക്കാൻ വിചാരവേദി പ്രവർത്തകർക്ക് സാധിക്കുകയുണ്ടായി. അത് പ്രവാസികൾക്ക്, മലയാളികളായ പ്രവാസികൾക്ക് മാത്രമല്ല, പാകിസ്ഥാനികളും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനികളും ബംഗ്ലാദേശികൾക്കും പോലും ആ ഒമാനിലെ അന്നാട്ടുകാർക്ക് വേണ്ടി പോലും ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എത്തിക്കാൻ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വിചാരവേദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചില പ്രദേശങ്ങളിൽ ഞങ്ങൾ എത്തിപ്പെടുമ്പോൾ ചില ഒമാനി കുടുംബങ്ങൾ കുട്ടികളുമായി രാത്രി ഭക്ഷണം ലഭിക്കാതെ ഒരു മെഴുകുതിരി വെളിച്ചത്ത് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഭക്ഷണങ്ങൾ ഇന്ന് നിങ്ങൾ അത്താഴം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴില്ല, ഞങ്ങൾക്ക് ഭക്ഷണം എത്തിയിട്ടില്ല, ഒമാൻ്റെ മിലിറ്ററിയുടെ സഹായങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ ആ നാട്ടുകാരെ പോലും നമ്മുടെ കയ്യിലുള്ള ബാക്കി ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ അന്ന് വിചാരവേദി പ്രവർത്തകർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒമാനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, സൂറ് പോലെയുള്ള ചില പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കൊറിയാത്ത് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരോരും അറിയാതെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന മലയാളി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ തമിഴ് സുഹൃത്തുക്കളുമൊക്കെ തന്നെ ആദ്യമായി അവർക്കൊരു സഹായവുമായി എത്തിച്ചേർന്നത് വിചാരവേദി പ്രവർത്തകരായിരുന്നു. വിചാരവേദി പ്രവർത്തകർ കൊണ്ടുകൊടുത്ത റൊട്ടി കഴിച്ചുകൊണ്ടാണ് 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ ആദ്യത്തെ വിശപ്പടക്കിയതെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തു പോവുകയാണ്. അതുപോലെ തന്നെ അറിയാം, ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ നോമ്പുതുറകളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ നാടുകളാണ്. ഓരോരോ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ നോമ്പുതുറകൾ സംഘടിപ്പിക്കുമ്പോൾ എന്നാൽ മുഴുവൻ ആൾക്കാരെയും അണിനിരത്തിക്കൊണ്ട് സംഘടന പക്ഷപാതിത്വമില്ലാതെ ഭാഷാ വൈജാത്യങ്ങളില്ലാതെ മുഴുവൻ ആൾക്കാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഏകതയുടെ സന്ദേശം അവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് വിചാരവേദി എല്ലാ വർഷവും 2000-നും 3000-നും ഇടയിൽ ആൾക്കാർ പങ്കെടുക്കുന്ന നോമ്പുതുറകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നോമ്പുതുറയിലൂടെ ആ സമയത്തെ ഇന്ത്യയുടെ പുതിയ പുതിയ ചലനങ്ങളും മുസ്ലിം ഇഷ്യൂസും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പോപ്പുലർ ഫണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അനുകൂലമായ ഒരു കളം ഒരുക്കിയെടുക്കുക എന്നൊരു പ്രവർത്തനങ്ങളും ഒപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള ആളുകൾ സാധാരണഗതിയിൽ നടത്തുന്ന ഷോപ്പീസ് പരിപാടികളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇൻറ്റേർണലി നേരത്തെ പറഞ്ഞ മുഴുവൻ, നിങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലാവും, ഗൾഫ് എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്. അത്തരം പ്രവർത്തനങ്ങൾ, ലീഗൽ, മെഡിക്കൽ ഇത്യാദി പ്രവർത്തനങ്ങൾ, ഡെത്ത് ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഗന്ധകങ്ങൾ